പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഗുഡ്നസ് ടിവിയിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ നോയമ്പ് കാലത്ത് ഒരു സുശേഷകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നോയമ്പ് കാല ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നോയമ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു തിരിഞ്ഞ് നോട്ടത്തിൻ്റെ സമയമാണ്. വെറും ഒരു തിരിഞ്ഞു നോട്ടമല്ല പ്രിയരെ. ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ വഴി വിട്ട് സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടുള്ള ഒരവസരമാണ്. വഴി വിട്ടു എന്ന് മനസ്സിലായാൽ നാം അവിടെ വെച്ച് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. ഈ നോയമ്പ് കാലത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഇടം എപ്രകാരമാണ് എന്ന് നാം പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്നാപക യോഹന്നാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് വഴിയൊരുക്കുവിൻ എന്ന സന്ദേശവുമായിട്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് നമുക്ക് സ്ഥാനം നൽകണം. ഒരു വ്യക്തി പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ, മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ, ആ മാനസാന്തരത്തിന് യോജിച്ച ഒരു ഫലം പുറപ്പെടുവിക്കാൻ തയ്യാറായാൽ തീർച്ചയായും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം വസിക്കുകയാണ്. ആ വ്യക്തിയുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് ഇറങ്ങി ഇടപെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിലാണ് മനുഷ്യന്റെ പതനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പറുദീസായിലാക്കി, ഏദൻ തോട്ടത്തിലാക്കി. ദൈവം അവരോടൊപ്പം നടക്കുന്നു, ദൈവം അവരോടൊപ്പം ഭക്ഷിക്കുന്നു, അവരോടുകൂടെ സല്ലപിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആ ഒരു അന്തരീക്ഷത്തെയാണ് പറുദീസ എന്ന് പറയുന്നത്. ദൈവവും മനുഷ്യനും ബന്ധത്തിലായിരിക്കുന്ന ഇടമാണ് പറുദീസ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പറുദീസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എങ്ങനെയാണ് മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, സന്തോഷത്തോടെ ജീവിക്കുന്ന, സമാധാനത്തോടെ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടത് എപ്പോഴാണ്? നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടത് എപ്പോഴാണ്? ആദിമാതാപിതാക്കള് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കേണ്ട മനുഷ്യൻ ദൈവവചനം ധിക്കരിച്ച് സാത്താന്റെ വാക്ക് കേട്ട് പ്രവർത്തിച്ച് വിലക്കപ്പെട്ട കനി പറിച്ചു തിന്നപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് നിത്യജീവനാണ്. നിത്യജീവനാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. പാപം ചെയ്യുന്ന ഏതു മനുഷ്യനും നഷ്ടപ്പെടുന്നത് നിത്യജീവനാണ്. നിത്യജീവൻ നഷ്ടപ്പെട്ടാൽ അവൻ നിത്യനാശത്തിലേക്കാണ് പിന്നെ പോവുക. ഈ നിത്യനാശത്തിലേക്ക് പോകുന്ന മനുഷ്യനെ അവിടുന്ന് വീണ്ടെടുക്കുവാനാണ് ക്രിസ്തു നമുക്ക് പകരമായി കുരിശിൽ മരിച്ചത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5:6 നാം ഇങ്ങനെ വായിക്കും: ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലുമൊക്കെ മരിച്ചു എന്ന് വരാം, എന്നാൽ നാം പാപികളായിരിക്കെ, ബലഹീനരായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിൻസെൻഷൻ സഭയുടെ ഒരു പുതിയ ധ്യാനമന്ദിരം വയനാട്ടിലെ മീനങ്ങാടി എന്ന സ്ഥലത്ത് ആരംഭിച്ചിട്ടുണ്ട്. 3 ധ്യാനമാണ് ഇപ്പോഴവിടെ ആയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ജോൺ എഫ് ചെറിയുള്ളിയച്ചൻ അതിൻ്റെ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുകയാണ്. ആദ്യ ധ്യാനത്തിൽ ഇവിടെ പങ്കെടുക്കാനായിട്ട് കടന്നു വന്ന ഒരു സഹോദരൻ്റെ കാര്യം ഞാൻ ഓർക്കുകയാണ്.
അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എന്നോട് ഇങ്ങനെ പറഞ്ഞു, അപ്പനും അമ്മയും മകനും കൂടെ ചേർന്ന് ധ്യാനത്തിന് വരാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പൻ രാവിലെ കുറച്ച് കുടിച്ചു, അതുകൊണ്ട് ധ്യാനത്തിന് വരാൻ പറ്റുകയില്ല. മദ്യപിച്ച അവസ്ഥയിൽ എൻ്റെ ബന്ധുവിനെ ഇവിടെ കൊണ്ടുവന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ഒരു ധ്യാനമന്ദിരത്തിന്റെ തുടക്കം, ആദ്യ ധ്യാനം. ആ ധ്യാനത്തിലേക്ക് കുടിയനായ ഒരു വ്യക്തിയെ, മദ്യപാനിയായ ഒരു വ്യക്തിയെ കൊണ്ടുവരട്ടെ എന്നാണ് അവരുടെ ചോദ്യം. വേണ്ട എന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ ധ്യാനമന്ദിരം ആർക്കു വേണ്ടിയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പാപികളെ മാറ്റി നിർത്തേണ്ട ധ്യാനമന്ദിരമാണോ? രോഗികളെ മാറ്റി നിർത്തേണ്ട ധ്യാനമന്ദിരമാണോ? കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തേണ്ട ധ്യാനമന്ദിരമാണോ? മാനസിക രോഗികളെ മാറ്റി നിർത്തേണ്ട ധ്യാനമന്ദിരമാണോ? എനിക്കറിയില്ല. വരണ്ടുണങ്ങിയ അസ്ഥിക്കൂട്ടത്തിന്റെ നടുവിൽ പ്രവാചകനെ കൊണ്ട് നിർത്തിയിട്ട് ദൈവം ഒരിക്കലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 37-ാം അധ്യായത്തിൽ, പ്രവാചക, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ എന്ന്. പ്രവാചകൻ അതിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, അത് അങ്ങേക്കറിയാം. ചില സംഭവങ്ങളൊന്നും നമുക്കറിയാൻ പാടില്ല പ്രിയരെ. ഇത് നന്നാകുമോ, ഇത് ശരിയാകുമോ, ഇവ നേരെയാകുമോ നമുക്കറിയില്ല. പക്ഷെ ദൈവത്തിനെല്ലാം അറിയാം. അതുകൊണ്ട് മദ്യപാനിയായ ആ മനുഷ്യനെ കൊണ്ടുവരാൻ ഞാൻ ആവശ്യപ്പെട്ടു. താങ്ങിപ്പിടിച്ചാണ് ധ്യാനമന്ദിരത്തിൽ കൊണ്ടുവന്നത്. ഉച്ചവരെയും തല ഉയർത്തി നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നില്ല. ധ്യാനമന്ദിരത്തിലുള്ള കൊച്ചു സൗകര്യത്തില് ഒരു റൂമില് അദ്ദേഹത്തെ കിടത്തി. ഉച്ചയായപ്പോഴേക്ക് മദ്യത്തിന്റെ കെട്ടൊക്കെ വിട്ടു. അദ്ദേഹം എഴുന്നേറ്റ് വന്നപ്പോൾ ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ പലപ്പോഴും ധ്യാനം കൂടി എന്നെ പരിചയമുള്ള അദ്ദേഹം എന്നോട് പറയുകയാ, ബ്രദറിന് എന്നെ അറിയാമോ? ഞാൻ ഡിവൈനിൽ ധാരാളം ധ്യാനിക്കാൻ വന്നിട്ടുള്ള ആളാണ്. ഞാനിന്ന് രാവിലെ ഇത്തിരി കുടിച്ചുപോയി. എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പൊട്ടിക്കരയുകയാണ്, എനിക്ക് രക്ഷപ്പെടണം ബ്രദറെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വന്നുപോയത് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്ന കാലഘട്ടമാണ് നോയമ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം ആ ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനത്തിന്റെ ഡെലിവറൻസ് ശുശ്രൂഷയുടെ അവസരത്തില് ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥിച്ചു, ഒരു തൈലാഭിഷേകം നടത്തി. ധ്യാനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, എനിക്ക് മദ്യപിക്കണമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. മദ്യപിക്കാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹത്തിന്റെ ബന്ധുക്കള് പലരായി ഏതാണ്ട് 22ഓളം പേര് 3 ധ്യാനത്തിലായി അവിടെ വന്ന് പങ്കെടുത്തിരിക്കുന്നു. ഒരു മദ്യപാനിയായ മനുഷ്യനെ സ്വീകരിക്കാൻ തയ്യാറായതാണ് അവരുടെ ബന്ധുക്കള് 22 പേര് ഞങ്ങളുടെ വെൽഫെയർ ധ്യാനമന്ദിരത്തിൽ വന്ന് തമ്പുരാന്റെ തിരുവചനം കേട്ട് അനുഗ്രഹം പ്രാപിച്ചത്. ആ മദ്യപാനിയെ ഞാൻ ഒഴിവാക്കിയിരുന്നുവെങ്കിലോ, ഇവിടെ കയറ്റാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിലോ, ഇതാദ്യത്തെ ധ്യാനമാണെന്ന് ഞാൻ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിരുന്നുവെങ്കിലോ. പ്രിയപ്പെട്ട ആ ദൈവമക്കളെ, ക്രിസ്തു അങ്ങനെ ഒരു മനസ്സ് തന്നതുകൊണ്ട്, പാപിയെ സ്വീകരിക്കുന്ന മനസ്സ്, പാപിക്ക് വേണ്ടി നിലകൊള്ളുന്ന മനസ്സ്, പാപിക്ക് വേണ്ടി വാദിക്കുന്നവനാണ് കർത്താവ്. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു മനുഷ്യനെയും തള്ളിക്കളയാൻ, മാറ്റിക്കളയാൻ നമുക്ക് അവകാശമില്ല. ഈ നോയമ്പ് കാലത്ത് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട നമ്മുടെ മനസ്സിലേക്ക് അതാണ്. ക്രിസ്തുവിന്റെ മനസ്സാണോ എൻ്റെ മനസ്സ്? ക്രിസ്തു എങ്ങനെയാണ് പാപികളോടും രോഗികളോടും തകർന്നവരോടും ബന്ധിതരോടും ഒക്കെ പെരുമാറിയത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നോയമ്പ് കാലത്ത് എൻ്റെ ഭവനത്തിലുള്ള എൻ്റെ അമ്മയോടും എൻ്റെ അപ്പച്ചനോടും എൻ്റെ ജീവിത പങ്കാളിയോടുമുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം ഒരു സഹോദരി സംസാരിക്കാൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഭർത്താവ് എന്നോട് പെരുമാറുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു സ്നേഹം എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ വ്യക്തിയുമായി മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഡിവോഴ്സാണ് എനിക്കിഷ്ടം. പ്രിയപ്പെട്ട സഹോദര സഹോദരി,
ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ എന്നോട് പെരുമാറിയിരുന്നുവെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്നുവെങ്കിൽ, ഈ ലോകം എത്ര സുന്ദരമാണ്. ലോകം ഒരിക്കലും സുന്ദരമാകുമെന്ന് ആരും കരുതണ്ട. ഈ ലോകമല്ല സുന്ദരം. ഈ ലോകത്തിൽ ഞെരുക്കമുണ്ടാവുമെന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 16:33, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ക്രിസ്തു ജീവിച്ചതുപോലെ ഈ ലോകത്തിൽ ആർക്ക് ജീവിക്കാൻ പറ്റും? ഇത്ര നന്നായി ജീവിച്ച ക്രിസ്തുവിന് കുരിശാണ് ലഭിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതല്ലേ പ്രതീക്ഷിക്കേണ്ടത്? എന്തിന്? ഈ ലോകത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. അവിടെ കരച്ചിലില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ വേദനയില്ല, സന്തോഷം മാത്രം നിറഞ്ഞ ഒരു ജീവിതമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തു പീഡ സഹിച്ചതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റതുമൊക്കെ നമുക്ക് നിത്യജീവൻ തരാനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ തപസ് കാലത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുവാനും നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാനും നമുക്ക് ആഗ്രഹിക്കാം. ബൈബിളില് പഴയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. യോനാ പ്രവാചകന്റെ പുസ്തകത്തില് യോനാ നിവാസികളെ മുഴുവനും, ആ പ്രദേശത്തുള്ള സകല മനുഷ്യരെയും, മനുഷ്യന്റെ അക്രമം, അരാജകത്വം, പാപം നിറഞ്ഞ തിന്മ നിറഞ്ഞ ആ ലോകത്തിലെ മനുഷ്യനെ ഒന്നടങ്കം നശിപ്പിച്ചു കളയാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒന്നടങ്കം നശിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം യോനാ പ്രവാചകനിലൂടെ നിനിവേക്കാർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്താണ് മുന്നറിയിപ്പ്? നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന്, പാപത്തിൽ നിന്ന് പിന്തിരിയണം. അങ്ങനെ ദൈവത്തിന്റെ അരുളപ്പാട് സ്വീകരിച്ച്, ദൈവം നൽകിയ മുന്നറിയിപ്പ് സ്വീകരിച്ച് അവർ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തിനാണ് അവർ ഉപവസിച്ചത്? എന്തിനാണ് അവർ നോമ്പ് നോറ്റത്? അവർക്ക് ജീവനിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, നശിച്ചു പോകരുത് എന്നാഗ്രഹമുണ്ട്. ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള മകൻ, ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള മകള് ഈ ടിവിയുടെ മുമ്പിൽ ഇരിപ്പുണ്ട് എങ്കിൽ ചില ത്യാഗങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചില ഇഷ്ടങ്ങളെ വേണ്ടായെന്ന് വെക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തെ മുറുകെ പിടിക്കേണ്ടതായിട്ടുണ്ട്. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിനിവേ നിവാസികള് അവര് ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിക്കുകയാണ്. അവരുടെ ഉപവാസവും പ്രാർത്ഥനയും കണ്ട് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം മനസ്സു മാറ്റി അവരുടെ മേൽ അയക്കാം എന്ന് തീരുമാനിച്ച ശിക്ഷ പിൻവലിച്ചു. ദൈവത്തിന്റെ മനസ്സിന് മാറ്റം വരുത്താൻ പറ്റുന്ന പ്രാർത്ഥനാ രീതിയാണ് ഉപവാസ പ്രാർത്ഥനയും തപസ്സനുഷ്ഠാനവും. ഈ നോയമ്പ് കാലം ദൈവത്തിന്റെ മനസ്സിനെ മാറ്റും. എന്തു മനസ്സാണ്? നിനിവേ നിവാസികളെ ശിക്ഷിക്കണം എന്ന് തീരുമാനിച്ച ദൈവത്തിന്റെ മനസ്സു മാറി ദൈവം അവരെ രക്ഷിക്കുന്നു എന്നതാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്: നമ്മളും അനുതപിച്ചാൽ, തെറ്റുപറ്റിപ്പോയി എന്ന് ദൈവത്തോട് പറഞ്ഞാൽ, എത്ര കൊടും പാപമാണ് എങ്കിലും ദൈവം നമ്മോട് ക്ഷമിക്കുക തന്നെ ചെയ്യും. സിസ്റ്റർ ഫൗസ്റ്റീനായോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾക്ക് ഏത് പാപം ചെയ്ത് എൻ്റെ കരുണയെ ഇല്ലാതാക്കാൻ കഴിയും? പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യന്റെ പാപത്തെക്കാളൊക്കെ വലുതാണ് ദൈവത്തിന്റെ കരുണ. അത് മനസ്സിലാക്കി നമ്മൾ അനുതപിച്ച് കൃപ സ്വീകരിച്ചു വളരാനുള്ളവരാണ്. എത്രയോ വ്യക്തികളാണ് ഡിവൈൻ ധ്യാനമന്ദിരത്തിലും മറ്റനേകം ധ്യാനമന്ദിരങ്ങളിലും വന്ന് ഒരാഴ്ച ഇരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് തങ്ങളുടെ തെറ്റ് ബോധ്യപ്പെട്ട് മനസ്സലിഞ്ഞ് മനസ്സാന്തരപ്പെട്ട് പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്ത് കാരുണ്യ പ്രവൃത്തി ചെയ്ത് കൃപയിൽ വളരുന്നത്. എൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ
ഞാൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മാനസാന്തരത്തിന് യോജിച്ച ഒരു ഫലം എന്നിൽ നിന്ന് പ്രകടമാവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നോയമ്പ് കാലം നമുക്ക് പരിഹാരം ചെയ്യാനുള്ള കാലഘട്ടമാണ്. അനേകം വ്യക്തികൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറി പ്രാർത്ഥിക്കാറുണ്ട്. തൊട്ടടുത്താണ് മലയാറ്റൂർ മല. കുരിശു ചുമന്ന മല കയറുന്ന ധാരാളം ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ത്യാഗം ചെയ്ത് വെള്ളം പോലും വേണ്ട എന്ന് വെച്ച് കാവി വസ്ത്രം ധരിച്ച് മല കയറി പ്രാർത്ഥിക്കുന്ന ധാരാളം യുവതി യുവാക്കന്മാര്, ധാരാളം വ്യക്തികൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കണ്ണൂരിൽ നിന്ന് നടന്ന് മല കയറുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഓരോ വർഷവും മല കയറുമ്പോൾ എന്നിലെ ഓരോ ദുശീലം മാറിപ്പോകുന്നുണ്ട് എന്ന്. നിയോഗം വെച്ച് തൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും പാപങ്ങൾ മാറിക്കിട്ടണം എന്ന് ആഗ്രഹിച്ച് ത്യാഗം ചെയ്ത് മല കയറുകയാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി പരിഹാരം ചെയ്തുവെങ്കിൽ ഇനി എൻ്റെ ഈ പരിഹാര പ്രദക്ഷിണം എന്തിനാണ്? അത് ഈ ലോകത്തിലുള്ള അനേകർക്ക് വേണ്ടി എൻ്റെ വേദനകളെയും എൻ്റെ നൊമ്പരങ്ങളെയും എൻ്റെ പ്രയാസങ്ങളെയും ഞാൻ കാഴ്ചവെക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ വിലയുള്ളതാണ്. കർത്താവ് നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുത്ത് അനേകരെ രക്ഷയിലേക്ക് നയിക്കും. ഈ ലോകത്തിലേക്ക് തിരിയാനുള്ള ഒരാഗ്രഹമാണല്ലോ പ്രലോഭനം എന്ന് പറയുന്നത്. ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന മനുഷ്യന് ലോകത്തിലേക്ക് തിരിയാനായിട്ട് ശ്രമിക്കുന്നതിനെയാണ് പ്രലോഭനം എന്ന് പറയുന്നത്. ആ ലോകത്തിലേക്ക് തിരിയാതെ വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചു വരിക, അങ്ങനെ തിരിച്ചു വരുന്നത് വഴി സംഭവിക്കുന്ന കാര്യമാണ് എന്താണ്? മരിയോ വാൾത്തോർത്തായോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ ആ പ്രലോഭനത്തെ നീ അതിജീവിക്കുമ്പോൾ ലോകത്തിന്റെ മൂലയിലുള്ള ഏതെങ്കിലും ഒരു പാപിയെ ഞാൻ രക്ഷിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ദിവസത്തിൽ എനിക്ക് 10 പ്രലോഭനം ഉണ്ടാവുകയും ഈ 10 പ്രലോഭനത്തെ ഞാൻ അതിജീവിക്കാൻ തയ്യാറായാൽ ലോകത്തിന്റെ മൂലയിലുള്ള ഏതെങ്കിലും 10 പാപികളെയാണ് കർത്താവ് രക്ഷിക്കുന്നത്. പൗലോസ്ലീഹ പറഞ്ഞു, സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിൽ പൂർത്തിയാകാത്ത സഹനം എൻ്റെ ശരീരത്തിലൂടെ ഞാൻ പൂർത്തീകരിക്കുന്നുവെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ പ്രത്യേകമായ വിധത്തിൽ വിളിച്ചിരിക്കുകയാണ്. തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്ര കൊടും പാപത്തിന്റെ ബന്ധനത്തിലാണ് നാം എങ്കിലും നമ്മുടെ പാപത്തിലേക്ക് നോക്കി നാം ഭാരപ്പെടരുത്. നമ്മുടെ അശുദ്ധിയിലേക്ക് നോക്കി നാം കരയരുത്. നമ്മുടെ തിന്മകളിലേക്ക് നോക്കി നാം കരയരുത്. നമ്മുടെ വീഴ്ചകളിലേക്കും നമ്മുടെ തിന്മകളിലേക്കും നമ്മുടെ കുറവുകളിലേക്കും നോക്കിയാൽ ഒരിക്കലും നമുക്ക് വളരാൻ പറ്റുകയില്ല, പറുദീസ സ്വന്തമാക്കാൻ പറ്റുകയില്ല. ആദിമാതാപിതാക്കൾ വിലക്കപ്പെട്ട കനി പറിച്ചു തിന്നപ്പോൾ തോട്ടത്തിൽ അവിടുന്ന് ഉലാത്തുന്നതിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. സ്വന്തം കുറവുകളിലേക്ക് നോക്കി ദൈവത്തിൽ നിന്ന് ഒളിക്കുന്ന മനുഷ്യൻ സ്വന്തം വീഴ്ചകളിലേക്ക് നോക്കിയാൽ തമ്പുരാന്റെ സന്നിധിയിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന നിരാശ എന്നെ വേട്ടയാടും. വീണവന്റെ അരികിലേക്ക് കർത്താവ് വന്നല്ലോ. മനുഷ്യ, നീ എവിടെയാണ്? ആദം, നീ എവിടെയാണ്? മനുഷ്യനെ അന്വേഷിച്ചിറങ്ങി വരുന്നവനാണ് ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്കൊരു വീഴ്ചയുണ്ടെങ്കിൽ, നിനക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ, നിനക്കൊരു കുറവുണ്ടെങ്കിൽ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട സത്യം, എനിക്ക് ദൈവത്തെ ആവശ്യമുണ്ട് എന്നതാണ്. ദൈവത്തിൻ്റെ മുറിവ്, അവൻ്റെ കുരിശ്, അവൻ്റെ സഹനം എനിക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരവസരമാത്. ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കി നാം സങ്കടപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യേണ്ടവരല്ല. ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കി സാത്താന്റെ മുഖത്തേക്ക് നോക്കി പറയണം, എൻ്റെ പാപത്തിന് പരിഹാരമായി ക്രിസ്തു മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, പീഡ സഹിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ അവന് വേണ്ടിയാണ് ഇനിയുള്ള കാലം ജീവിക്കുന്നത്.
സാത്താൻ എന്നെ തൊടാൻ അവകാശമില്ല. നീ എന്നെ നിരാശപ്പെടുത്താൻ നോക്കണ്ട, നീ എന്നെ സങ്കടപ്പെടുത്താൻ നോക്കണ്ട. സാത്താൻ നമ്മളിൽ നിന്ന് അകന്നു പോകട്ടെ. ക്രിസ്തുവിനെ എത്രമാത്രം നാം സ്വീകരിക്കുന്നോ, ക്രിസ്തുവിൻ്റെ വചനം എത്രമാത്രം നാം സ്വന്തമാക്കുന്നോ, അതുവഴി തിന്മയുടെ ശക്തി നമ്മളെ വിട്ടുപോവുകയാണ്. ഈ നോയമ്പ് കാലത്ത് നല്ല ഒരു കുമ്പസാരം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഒരു നല്ല കുമ്പസാരം, മേലിൽ ഒരിക്കലും പാപം ചെയ്യുകയില്ല എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടിയുള്ള നല്ല ഒരു കുമ്പസാരം നടത്താൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നല്ലൊരു കുമ്പസാരം നടത്തിയാൽ തന്നെ നമ്മുടെ രോഗം മാറിപ്പോവും, നമ്മുടെ മനസ്സിൻ്റെ സങ്കടം മാറിപ്പോവും, നമ്മുടെ മനസ്സ് പ്രത്യാശ കൊണ്ട് നിറയും. വീണ്ടും ഒരു ജീവിതം ദൈവം നമുക്ക് തരുന്ന അനുഭവം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നോയമ്പ് കാലത്ത് ഒന്ന്, എൻ്റെ വഴി ദൈവത്തിൽ നിന്ന് അകന്നുപോയോ എന്ന് പരിശോധിക്കണം. അകന്നുപോയെങ്കിൽ തിരിച്ചു വരാൻ തയ്യാറാകണം, പശ്ചാത്തപിക്കണം, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യണം, മനസ്സ് തിരിയണം, മനസാന്തരപ്പെടണം, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണം. അങ്ങനെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി നാം മാറേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ഒരു കുടുംബം ധ്യാനിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളുമുണ്ട്. അവരെ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ വന്ന് ഒരാഴ്ച ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ പ്രത്യേകിച്ച് കുറവുകളൊന്നും നോക്കിയിട്ട് കാണാനൊന്നുമില്ല. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, മക്കൾക്ക് നല്ല ആരോഗ്യമുണ്ട്, അദ്ദേഹം നല്ല ജോലിക്കാരനാണ്, ഭൗതികമായി യാതൊരു കുറവുമില്ല. എങ്കിലും അവർ ഒരാഴ്ച ധ്യാനത്തിന് ആരോ പറഞ്ഞു വന്നിരിക്കുകയാണ്. ഒരാഴ്ച ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ അവർ തമ്പുരാന്റെ പരിശുദ്ധിയോട് അവരുടെ ജീവിതത്തെ ചേർത്ത് വെച്ചപ്പോൾ അവർക്കേറെ കുറവുകളുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. മറ്റു മനുഷ്യരുടെ ജീവിതവുമായി അവർ കമ്പയർ ചെയ്തപ്പോൾ അവർ വളരെ നല്ല ആളുകളാണ്. പക്ഷെ ക്രിസ്തുവിൻ്റെ ജീവിതവുമായി അവർ കമ്പയർ ചെയ്തപ്പോൾ അവർക്ക് കുറവുകളേ ഉള്ളൂ. അവരാ കുറവുകളെല്ലാം തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ആ ധ്യാനത്തിൽ വെച്ചൊരു തീരുമാനമെടുത്തു, ഞങ്ങളെല്ലാ ആണ്ടിലും ഇവിടെ ധ്യാനിക്കാനായിട്ട് കടന്നു വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മറ്റു മനുഷ്യരുമായി നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്ത് ഞാൻ അവനേക്കാളും അവളേക്കാളും ഇച്ചിരിയുടെ മെച്ചപ്പെട്ട പാപി എന്ന് ചിന്തിക്കാതെ ക്രിസ്തുവിനോട് ചേർന്ന് നാം ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുന്നത്. ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളായി നിലകൊള്ളണം എന്നതാണ്. ഈ ലോകത്തിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യർ ദൈവ മക്കളുടെ പദവിയിലേക്ക് ഉയരുന്നത് പാപരഹിതമായ ഒരു ജീവിതം നയിക്കാൻ തയ്യാറാകുമ്പോഴാണ്. പാപം ചെയ്യാതെ ജീവിക്കുന്ന വ്യക്തി ദൈവ മക്കളുടെ ഗണത്തിലേക്ക് വരികയാണ്. പാപത്തിലും തിന്മയിലും നാം തുടരുകയാണ് എങ്കിൽ നമ്മൾ വീണ്ടും ഈ ലോകത്തില് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഗണത്തിലേക്കാണ് അധപ്പതിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മൾ ഉയരേണ്ടതായിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, 1-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ, തന്നെ സ്വീകരിച്ചവർക്ക്, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവ മക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. അപ്പൊ അതുകൊണ്ട് ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും സ്വന്തമാക്കണമെങ്കിൽ പാപരഹിതമായ ഒരു ജീവിതം നയിക്കണം. അങ്ങനെ പാപമില്ലാത്ത ഒരവസ്ഥയിൽ നാം ആയാൽ മാത്രമാണ് ദൈവത്തിൻ്റെ മകനോ മകളോ ആയി നാം രൂപാന്തരപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഈ നോയമ്പ് കാലത്ത്, ഈ തപസ് കാലത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ ചൈതന്യം, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം,
തിരിച്ചു പിടിക്കാനുള്ള ഒരവസരമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് എവിടുന്ന് എന്തെല്ലാമാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്? ദൈവം എൻ്റെ കൈ തന്നിട്ടുള്ള, സൂക്ഷിക്കാൻ തന്നിട്ടുള്ള, കാത്തു സൂക്ഷിക്കാൻ തന്നിട്ടുള്ള എൻ്റെ വിശ്വാസം, പ്രത്യാശ, ദൈവത്തിലുള്ള ശരണം, അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഈ നോയമ്പ് കാലത്ത് ഞാൻ ചിന്തിക്കണം, എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം എത്രമാത്രം ആഴപ്പെട്ടതാണ്, ദൈവത്തിലുള്ള ശരണം എത്രമാത്രം ആഴപ്പെട്ടതാണ്, ദൈവത്തോടുള്ള എൻ്റെ ബന്ധം എപ്രകാരമാണ്, ഒരു ഉപവിപ്രവൃത്തിയിലേക്ക് എനിക്ക് വരാനായിട്ട് പറ്റുന്നുണ്ടോ? എൻ്റെ ചുറ്റുപാടും വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന, സങ്കടപ്പെടുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് വരാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അവരുടെ കണ്ണുനീരൊപ്പാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ നോയമ്പിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി നമുക്ക് ചിന്തിക്കാം പ്രിയരെ. അങ്ങനെ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായ ജീവിതമാക്കി മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക, കൃപ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ഈ നോയമ്പ് കാലത്ത് പ്രാർത്ഥിക്കുക. ഈ നോയമ്പിന്റെ അവസാനത്തിൽ നമ്മുടെ വിശ്വാസം ഏറ്റുപറയുകയും മാമോദീസ നവീകരിക്കുകയും ചെയ്യുന്ന ദിവസം ഉണ്ട്. അത് ദുഃഖ ശനിയാഴ്ചയാണ് സിറോ മലബാർ റൈറ്റിൽ അത് ആചരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നോയമ്പിന്റെ അവസാനം ഒരു പുതിയ സൃഷ്ടിയാകുന്ന, ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുന്ന ഒരവസ്ഥ ദൈവം നമുക്ക് തരുന്നുണ്ട്. ഈ നോയമ്പിലാണല്ലോ യേശുവിൻ്റെ പീഡാനുഭവ ഉത്ഥാന രഹസ്യങ്ങളെ നമ്മൾ ധ്യാനിക്കുന്നത്. ഏറെ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഈ നോയമ്പ് കാലത്താണല്ലോ. ക്രിസ്തുവിൻ്റെ പീഡകളെ ധ്യാനിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പരിഹാര ക്രിയകളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഭവനത്തിലുള്ളവരും, നമ്മുടെ ഇടവകയിലുള്ളവരും, നമ്മുടെ രൂപതയിലുള്ളവരും, ദേശവാസികളും എല്ലാവരും നമ്മൾ ത്യാഗം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ പ്രത്യേകമായ വിധത്തിൽ അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ നോയമ്പ് ആരംഭിച്ചത് തന്നെ കുരിശു വരച്ചുകൊണ്ടാണ്. നെറ്റിയിൽ കുരിശു വരച്ച്, ചാരം പൂശി കുരിശു വരച്ച് ആരംഭിച്ചതാണ് നമ്മൾ ഈ നോമ്പ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, കുരിശു വരച്ച് ആരംഭിച്ച ഈ നോയമ്പ്, കുരിശു വഹിച്ച്, കുരിശിൽ ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പ് ആഘോഷിക്കുന്നതിലൂടെയാണ് ഈ നോയമ്പ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഈ നോയമ്പ് കാലം നമ്മളെ ഉയർപ്പിലേക്കാണ് നയിക്കുന്നത് എന്നത് മറക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപത്തിൽ നിന്ന്, തിന്മയിൽ നിന്നും ഒരു ഉയർപ്പ്, ഒരു വിശുദ്ധിയിലേക്കുള്ളൊരു ഉയർപ്പ്, അഭിഷേകത്തിലേക്കുള്ളൊരു ഉയർപ്പ്, ദൈവത്തിന് വേണ്ടിയുള്ളൊരു ജീവിതം, ദൈവത്തിന് വേണ്ടി ഒരു ദാഹം, തമ്പുരാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികളാക്കി നമുക്ക് രൂപാന്തരപ്പെടാം. അതിന് കർത്താവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപത്തെ ഓർത്ത് അനുദപിക്കാം, പശ്ചാത്തപിക്കാം, പരിഹാരം ചെയ്യാം, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളാക്കി ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ നോയമ്പ് കാലത്ത് തിരുവചനം ശ്രവിക്കുന്ന സകല മക്കളെയും അവിടുത്തെ കൃപയാലും വിശുദ്ധിയാലും അഭിഷേകത്താലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം നൽകി ഞങ്ങളെ വഴി നടത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. കുരിശുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും കുരിശു വഹിക്കുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.